നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ പെൻഷൻ, റേഷൻ, ഓണക്കിറ്റ്, സർക്കാർ സഹായങ്ങൾ, ഓണക്കാല വിപണി എന്നിവയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പ്രധാന വിവരങ്ങളുമായി ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണം അടുത്തെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെയും പെൻഷൻ വാങ്ങുന്നവരെയും റേഷൻ കാർഡ് ഉടമകളെയും പ്രവാസി കുടുംബങ്ങളെയും കർഷകരെയും നേരിട്ട് ബാധിക്കുന്ന നിരവധി പ്രധാന തീരുമാനങ്ങളും അറിയിപ്പുകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം ഓണക്കാലത്ത് സാധാരണ കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന സർക്കാർ നടപടികളെക്കുറിച്ചും റേഷൻ കടകളിലെ ഓണക്കിറ്റ് വിതരണത്തെക്കുറിച്ചും ഓണ വിപണികളിൽ ലഭിക്കുന്ന വിലക്കുറവിനെക്കുറിച്ചും കർഷകർക്കായി ഒരുക്കുന്ന ഓണ സമൃദ്ധി ചന്തകളെക്കുറിച്ചും വിശദമായി പരിശോധിക്കാം. വീഡിയോയുടെ അവസാനം വരെ കാണാൻ മറക്കരുത്, സ്കിപ്പ് ചെയ്യാതെ കാണുക. റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഓണക്കാല അപ്ഡേറ്റിലേക്ക് വരാം. ഓണം അടുത്തെത്തിയതോടെ സംസ്ഥാനത്തെ സൗജന്യ ഓണക്കിറ്റ് വിതരണ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് AY റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യമായി ഭക്ഷ്യക്കിറ്റ് നൽകുന്നതിനായി കിറ്റുകൾ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ എത്തിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ AY മന്ന റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമയാണെങ്കിൽ നിങ്ങളുടെ റേഷൻ കടയിൽ നിന്ന് ഓണക്കിറ്റ് ലഭിക്കുന്നതിനുള്ള അവസരമുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കിറ്റ് വാങ്ങാനുള്ള അവസാന തീയതിയാണ്. ഓഗസ്റ്റ് 31 വരെ റേഷൻ കടകളിൽ നിന്ന് ഓണക്കിറ്റ് സ്വീകരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ കിറ്റ് ലഭിക്കാനുള്ള അർഹതയുള്ളവർ അവസാന ദിവസത്തേക്ക് കാത്തു നിൽക്കാതെ എത്രയും വേഗം തന്നെ വിതരണം സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിക്കുന്നതും കിറ്റ് വാങ്ങുന്നതും നല്ലതാണ്. ഓണത്തിന് മുൻപ് തന്നെ പരമാവധി ഗുണഭോക്താക്കൾക്ക് കിറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓണക്കിറ്റ് വിതരണത്തിന്റെ നിലവിലെ കണക്കുകൾ നമ്മൾക്ക് നോക്കാം. ഇതുവരെ നടന്ന ഓണക്കിറ്റ് വിതരണത്തിന്റെ ലക്ഷ്യമിട്ട ഏകദേശം 5,93,408 ഓണക്കിറ്റുകൾ സപ്ലൈകോ വഴി തയ്യാറാക്കി സംസ്ഥാനത്തെ റേഷൻ കടകളിൽ എത്തിച്ചതായാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ ക്ഷേമ സ്ഥാപനങ്ങൾക്കായി 8,902 സൗജന്യ കിറ്റുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഇതുവരെ 4,30,254 റേഷൻ കാർഡ് ഉടമകൾ ഓണക്കിറ്റ് കൈപ്പറ്റിയിട്ടുണ്ട്. അതേസമയം നിലവിൽ 1,59,582 കിറ്റുകൾ റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ കിറ്റ് വാങ്ങാത്തവർ അർഹരായ ആളുകൾക്ക് ഇപ്പോഴും അവസരമുണ്ട്. റേഷൻ കടകളിൽ എത്തുമ്പോൾ നിങ്ങളുടെ കാർഡ് വിഭാഗവും കിറ്റ് ലഭിക്കുന്നതിനുള്ള അർഹതയും പരിശോധിച്ച് ഉറപ്പാക്കുക. ഓണവുമായി ബന്ധപ്പെട്ട് റേഷൻ കടകളുടെ പ്രവർത്തനത്തിലും ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവധി ദിവസങ്ങളിൽ റേഷൻ വിതരണം തടസ്സപ്പെടാതിരിക്കാനാണ് ചില ദിവസങ്ങളിൽ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്ന രീതിയിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 25 നബിദിനത്തിന് പോലും റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്ന ക്രമീകരണം ഉണ്ടാവുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിന് പകരമായി ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 2 തീയതികളിൽ അവധി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. നബിദിനവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 25 നിയന്ത്രിത അവധിയും ഉണ്ടായിരിക്കും. അതിനാൽ കിറ്റ് വാങ്ങാനും റേഷൻ സാധനങ്ങൾ എടുക്കാനും പോകുന്നവർ നിങ്ങളുടെ പ്രദേശത്തെ റേഷൻ കടയുടെ പ്രവർത്തന സമയം കൂടി അന്വേഷിച്ച ശേഷം പോകുന്നതാണ് നല്ലത്. ഇനി കർഷകർക്കും ഉപഭോക്താക്കൾക്കും ആശ്വാസം നൽകുന്ന ഓണസമൃദ്ധിയെക്കുറിച്ച് നോക്കാം. ഓണസമൃദ്ധിക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് ആണ് ഓണസമൃദ്ധി കർഷക ചന്തകൾ. ഓണക്കാലത്ത് കർഷകർക്ക് മികച്ച വിലയും ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയിൽ ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തുടനീളം 2000 ഓണ വിപണികൾ തുറക്കാനാണ് തീരുമാനം. കൃഷിഭവനുകൾ, VFPCK, ഹോർട്ടികോർപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഈ വിപണി ഇടപെടൽ. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇടനിലക്കാരുടെ ഇടപെടൽ കുറയ്ക്കുക എന്നതാണ്. അതായത് കർഷകരിൽ നിന്ന് നേരിട്ട് പഴം, പച്ചക്കറികൾ ശേഖരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന സംവിധാനമാണ് ഒരുക്കുന്നത്. ഇതിലൂടെ കർഷകർക്ക് മികച്ച വില ലഭിക്കുകയും ഉപഭോക്താവിന് താരതമ്യേന കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുകയും ചെയ്യും.
കർഷകരിൽ നിന്ന് പൊതുവിപണിയിലെ മൊത്തവിലയേക്കാൾ 10% അധിക വില നൽകി പച്ചക്കറികൾ സംഭരിക്കുകയും ഉപഭോക്താക്കൾക്ക് പൊതുവിപണിയിലെ ചില്ലറ വിലയേക്കാൾ 30% വരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി. ജൈവ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക വില ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് ഓണസദ്യക്കുള്ള പച്ചക്കറികൾ വാങ്ങുന്നവർക്ക് ഇത്തരം കർഷക ചന്തകൾ പരിശോധിക്കുന്നത് പ്രയോജനകരമായിരിക്കും. ഇനി KSRTC ജീവനക്കാർക്ക് ഓണ സമ്മാനത്തിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓണത്തോടനുബന്ധിച്ച് KSRTCയിലെ ബസ് വാഷിംഗ് ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന തീരുമാനമുണ്ട്. വർഷങ്ങളായി ഉത്സവ ഭത്ത ലഭിക്കാതിരുന്ന ജീവനക്കാർക്ക് ഇത്തവണ വീണ്ടും ഉത്സവ ഭത്ത അനുവദിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വർഷത്തെ ഓണം അലവൻസായി 1000 രൂപ വീതം നൽകാനുമാണ് നിർദ്ദേശം. താൽക്കാലികമായും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ തീരുമാനം സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. ഓണക്കാലത്ത് കുടുംബ ചിലവുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചെറിയ തുകയാണെങ്കിലും ഇത്തരം ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് ആശ്വാസമാകും. ഇനി മലബാർ മേഖലയിലെ ഓണച്ചന്തകളിലേക്ക് വരാം. സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ്, സഹകരണ വകുപ്പിന്റെ ചന്തകൾ എന്നിവിടങ്ങളിൽ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭിക്കുന്നതിനാൽ ഉപഭോക്താക്കളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൊതുവിപണിയിൽ വില കൂടുതലുള്ള ചില അവശ്യ സാധനങ്ങൾ സബ്സിഡിയോടുകൂടി കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നതാണ് പ്രധാന ആകർഷണം. മലബാറിലെ സപ്ലൈകോ മെഗാ ഫെയറുകളിലും സഹകരണ ചന്തകളിലും രാവിലെ തന്നെ ആളുകൾ എത്തുന്ന സാഹചര്യമുണ്ട്. സബ്സിഡി ഇല്ലാത്ത ചില സാധനങ്ങൾക്കും പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വില ലഭ്യമാക്കാനാണ് ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്ന കുടുംബങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെയധികം ആശ്വാസകരമാകുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് ഓണച്ചന്തകളിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ സബ്സിഡിയുള്ള ഇനങ്ങളുടെ പട്ടിക പരിശോധിക്കുകയും ആവശ്യമായ സാധനങ്ങൾ മാത്രം വാങ്ങുകയും ചെയ്യുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാസി പെൻഷൻ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയുടെ ഈ ഒരു പ്രധാന കാര്യം എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രവാസികൾ ഏറെ കാത്തിരുന്ന ഒരു വാർത്തയാണ്. പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ 32 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ധനകാര്യ വകുപ്പാണ് പെൻഷൻ വിതരണത്തിനായി ഈ തുക അനുവദിച്ചിരിക്കുന്നത്. നാളുകളായി പെൻഷൻ കുടിശ്ശിക കാത്തിരുന്ന പ്രവാസികൾക്ക് ഇത് പ്രധാന വാർത്തയാണ്. ഫണ്ട് ലഭ്യമാക്കിയതോടെ കുടിശ്ശിക തുക ഓണാഘോഷങ്ങൾക്ക് മുൻപായി തന്നെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. സർക്കാർ 32 കോടി രൂപ അനുവദിച്ചു എന്നത് ഫണ്ട് അനുവദിച്ചു എന്നാണ്. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ഒരേ ദിവസം തന്നെ പണം എത്തുമെന്ന് ഇതിലൂടെ അർത്ഥമാക്കേണ്ടതില്ല. വിതരണ നടപടികൾ പൂർത്തിയാക്കുന്നതിനനുസരിച്ച് അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ആക്കാം. അതുകൊണ്ട് പ്രവാസി പെൻഷൻ വാങ്ങുന്നവർ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുക. കുടിശ്ശിക ലഭിക്കാനുള്ളവർക്ക് തുക അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ച് രാഷ്ട്രീയ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. കുടിശ്ശിക വരുത്തിവെച്ചത് മുൻ സർക്കാരാണെന്ന വിമർശനമാണ് ഇതിനിടെ ഉയർന്നിരിക്കുന്നത്. അതേസമയം തടസ്സപ്പെട്ടു കിടന്ന പെൻഷൻ കുടിശ്ശിക വേഗത്തിൽ അനുവദിക്കുകയും വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ പ്രവാസി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോഴത്തെ പ്രധാന സന്ദേശം ഇതാണ്: 32 കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഓണത്തിന് മുൻപ് തന്നെ തുക ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. പെൻഷൻ തുക അക്കൗണ്ടിൽ എത്തിയോ എന്ന് ബാങ്ക് അക്കൗണ്ട്, ബാങ്കിന്റെ മൊബൈൽ ആപ്പ്, ATM അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന SMS വഴി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.